ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ആവശ്യം വരുന്ന ഒന്നാണ് റിക്വസ്റ്റിംഗ്. ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുക, വളരെ വിനയത്തോടുകൂടി എന്തെങ്കിലും ആവശ്യപ്പെടുക. ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിന് ചില മോഡൽ വേർബ്സ്, സഹായക ക്രിയകൾ, ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിക്കാറുണ്ട്. വിൽ, വുഡ്, കുഡ് ഇതൊക്കെ ഉപയോഗിക്കാം. അത്തരം ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. വിൽ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോ ഒന്ന് തുറക്കൂ എന്നാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് വിൽ എന്നാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റായിട്ട്, കുറച്ചുകൂടി വിനയത്തോടു കൂടി ചോദിക്കണമെങ്കിലോ, വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? വില്ലിന് പകരം നമ്മൾ വുഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചു. അങ്ങനെയും ചോദിക്കുക. അപ്പോൾ കുറച്ചുകൂടി പൊളൈറ്റ്നെസ്സോടുകൂടിയും ആയി. ഇനി കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് ചോദിച്ചാലോ, അതും വളരെയധികം സ്നേഹത്തോടും വിനയത്തോടും കൂടിയുള്ള ഒരു ആവശ്യപ്പെടൽ ആയി. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്നതിന് പകരം കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ് എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെയാണ്. കുഡ് യു പ്ലീസ് ഗിവ് മീ യുവർ ബുക്ക്? നിങ്ങളുടെ ബുക്ക് ഒന്ന് എനിക്ക് തരാമോ? ഓർ വുഡ് യു പ്ലീസ് ഗിവ് മീ യുവർ ബുക്ക്? വുഡ് യു പ്ലീസ് ഗോ ദർ? ഓർ കുഡ് യു പ്ലീസ് ഗോ ദർ? കുഡ് യു പ്ലീസ് ഗോ ദർ? കുഡ് യു ഗോ ദർ പ്ലീസ്? വുഡ് അതുപോലെ കുഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൊളൈറ്റായിട്ട് വളരെ വിനയത്തോടു കൂടി ഒരാളോട് സംസാരിക്കാം. കുഡ് യു പ്ലീസ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ? കുറച്ച് സമയം ഒന്ന് ഇവിടെ ഇരിക്കാമോ? Could you sit here for a while please? Could you sit here for a while please? എന്ന് ചോദിച്ചാൽ അതും കറക്റ്റ് തന്നെയാണ്. Could you please spend some time with me? നിങ്ങൾക്ക് എനിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുമോ? സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. Could you please spend some time for me? Could you please give me some sugar? കുറച്ച് ഷുഗർ എനിക്ക് തരുമോ? അപ്പോൾ ഇതുപോലെ പൊളൈറ്റായിട്ട് വിനയത്തോടുകൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് നമുക്ക് വുഡ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം. ഇനി വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്ന് ചോദിച്ചാലും ഒരുപാട് പൊളൈറ്റ്നെസ്സോടുകൂടി ചോദിക്കുന്ന ഒരു രീതിയാണ്. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം കുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴും വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴും വിൽ യു പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്നാണ് ചോദിച്ചത്. ഓപ്പൺ എന്നുള്ളത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അല്ലെങ്കിൽ ബേസ് ഫോമാണെന്ന് പറയാം. സ്പെൻഡ് ചിലവഴിക്കുക, ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചത്. വുഡ് യു പ്ലീസ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ അവിടെ സിറ്റ് ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വുഡ് യു മൈൻഡ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നാണ് ചോദിക്കേണ്ടത്. ഓപ്പൺ ആ വെർബിൻ്റെ ഒപ്പം ING ഫോം കൂടി ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ആ വിൻഡോ ഒന്ന് തുറക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ നിങ്ങൾക്ക്? വുഡ് യു മൈൻഡ് ഗിവിങ് മീ സം ഷുഗർ? വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ ഫോർ എ വൈൽ? കുറച്ച് സമയം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം ഫോർ മീ? എനിക്ക് വേണ്ടി കുറച്ച് സമയം ചെലവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പൊളൈറ്റായിട്ട് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഇന്നത്തെ ഈ ലെസൺ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ബൈ.